നമസ്കാരം. ടെക് ഫോർ ഗിൻഡി മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഹോണ്ട GS35 മോഡലിൻ്റെ ബ്രഷ് കട്ടറിൻ്റെ ഗിയർ ബോക്സ് കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഗിയർ ബോക്സ് നന്നാക്കുന്ന ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിന് ഞാൻ ആദ്യം പരിചയപ്പെടുത്തുന്നത് രണ്ട് ടൂൾസുകളാണ്, ഒരു ഇന്നും ഔട്ടും. ഈ രണ്ട് ടൂൾസ് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ഗിയർ ബോക്സിൻ്റെ രണ്ട് ലോക്ക് അയച്ചെടുക്കുന്നത്. ഇപ്പോൾ ഈ ഗിയർ ബോക്സ് എന്ന് വെച്ചാൽ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ത്രെഡ്, ബ്ലേഡ് ഇടുന്ന ഈ ത്രെഡ് വശം ജാമായി സ്ലിപ്പായിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അത് വരണമെങ്കിൽ ആദ്യം രണ്ട് ലോക്ക് വരണം. ഉള്ളിലത്തെ ഉള്ളിൽ കാണുന്നുണ്ടോ, ചെറിയ ലോക്ക് കാണുന്നുണ്ട്. അപ്പോൾ ആ രണ്ട് ലോക്കും ആദ്യം ഊരെടുത്തതിന് ശേഷം മാത്രമാണ് ഇതിൻ്റെ ഉള്ളിലത്തെ ഫിറ്റിങ്സ് നമുക്ക് ഊരെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ടൂൾ ഉപയോഗിച്ചിട്ട് ഈ ലോക്ക് ഊരെടുക്കാം. ലോക്ക് ഊരെടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമുക്കിതിങ്ങനെ പതുക്കെ തട്ടി നോക്കാം. അപ്പോൾ അടിയിലത്തെ രണ്ട് ചെറിയ ബയറിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ പിനിയനും ഊരെടുക്കാൻ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് ഇതിൻ്റെ ഫ്രണ്ട് വശത്തുള്ള ബ്ലേഡ് ഇടുന്ന വശത്ത് നമുക്ക് ഊരെടുക്കാം. അതിനുവേണ്ടി ചുറ്റുകൊണ്ട് പതുക്കെ ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ അടിക്കുക. ഇതിനൊക്കെ പ്രത്യേകം ടൂളുകളുണ്ട് കേട്ടോ. ഇതിപ്പോൾ ആ ടൂളില്ലാത്ത കാരണമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഇതിൻ്റെ കവർ ഊരാനായിട്ട് അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ എടുത്ത് ഊരുന്നുണ്ട്. അടിക്കുന്ന വശം ഞളങ്ങി പോകാണ്ടിരിക്കാനാണ് ഇത് ഊരെടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇത് ഊരെടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ആമൂറ് ചെയ്ത് പതുക്കെ അടിക്കുക. അപ്പം നമ്മൾ വിചാരിച്ചാലും കൂടുതൽ എളുപ്പത്തിൽ ഇതിൻ്റെ വയറിങ് ഉൾപ്പെടെയുള്ള സ്പ്രിൻ്റ് ഷാഫ്റ്റ് ഊരിക്കിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലോണം ഗ്രീസും ഇതൊക്കെ പിടിച്ചിരിക്കുന്നതായിട്ട് നമുക്കതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. സ്പ്രിൻ്റ് ഷാഫ്റ്റിൻ്റെ ഈ വയറിങ്ങും ഈ പിനിയനും ഒന്നും കംപ്ലൈൻ്റ് ഒന്നും സംഭവിച്ചിട്ടില്ല. ഇത് നമുക്ക് പുതിയ സ്പ്രിൻ്റ് ഷാഫ്റ്റിലേക്ക് സെറ്റ് ചെയ്യാം. ഇത് പുതിയ സ്പ്രിൻ്റ് ഷാഫ്റ്റാണ്. ഇതിലേക്ക് നമുക്ക് ഈ പിനിയനും ഈ ബയറിങ്ങും നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാം. പിനിയൻ ഇതിലേക്ക് സിമ്പിളായിട്ട് കയറിയിട്ടുണ്ട്. വയറിങ് ഇച്ചിരി ടൈറ്റുണ്ട്. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് നമുക്ക് ഇതുമ്മൽ വയറിങ്ങിന് കംപ്ലൈൻ്റ് ഇല്ലാത്ത രീതിയിൽ ചെറിയ തുണി എന്തെങ്കിലും വെച്ചിട്ട് പതിയെ ആമർ വെച്ചിട്ട് അടിച്ചിട്ട് നമുക്ക് കയറ്റാം. പുതിയ സ്പ്രിൻ്റ് ഷാഫ്റ്റ് സെറ്റ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ ഗ്രീസ് അപ്ലൈ ചെയ്യണം. മുകളിലത്തെ വയറിങ് ഇടുമ്പോഴും ഇതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ഗ്രീസ് അപ്ലൈ ചെയ്തിട്ട് ഇത് ഈ വയറിങ് ഇതിൻ്റെ അടിച്ചു കയറ്റണം. അതിനായിട്ട് ഞാൻ ടൂൾസായിട്ട് ഉപയോഗിക്കുന്നത് പ്ലഗ് സ്പാനറാണ്. ഈ ലോക്കിൻ്റെ അടിവശം ഇത് തന്നെ വയറിങ് ഒന്ന് സെറ്റായി നിൽക്കണം. ഇതിൻ്റെ അടിവശത്തെ വയറിങ് കൈകൊണ്ട് തള്ളിക്കൊടുത്തതിനും സിമ്പിളായിട്ട് കയറിപ്പോയിട്ടുണ്ട്. ഇനി ഈ മുകളിലത്തെ ഈ ഷാഫ്റ്റിൻ്റെ ഈ വശവും അടിയിലത്തെ ടച്ച് ആവുന്ന രീതിയിൽ തന്നെ ഇത് പതിയെ അടിച്ച് കയറണം.
അതിന് ഡാമേജില്ലാത്ത രീതിയിൽ പതുക്കെ ചെയ്യണം. രണ്ട് പിന്നെയും കൂടി കൂട്ടി മുട്ടിയാലാണ് ഇത് ശരിയായ കോണ്ടാക്റ്റ് കിട്ടിയാലേ മുകൾ വശം തിരിക്കുമ്പോൾ അടിവശം കറങ്ങുള്ളൂ. ആ മുകളിലത്തെ വശവും അടിയിലത്തെ വശവും തമ്മിൽ രണ്ട് പിനിയനും തമ്മിൽ സെറ്റായിട്ടുണ്ട്. അതുകൊണ്ടാണ് മുകളിൽ തിരിക്കുമ്പോൾ അടി തിരിയുന്നത്. അപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇനി ഇതിന് രണ്ടും ലോക്ക് ഇട്ടിട്ട് നമുക്ക് കവർ ചെയ്യാം. അപ്പോൾ ഗിയറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ബ്രഷ് കട്ടറിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. അതുപോലെ നിങ്ങളെല്ലാ കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ മാക്സിമം ഷെയർ ചെയ്തേക്കണേ. തൊട്ടടുത്ത ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ബ്ലേഡ് സെറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.